വിത്തുകൾ കൊടുക്കുന്നു. ഇതെല്ലാം പ്രയോജനപ്പെടുത്താനാണ്. മക്കൾക്ക് വിഷം കൊടുക്കാതെ, അച്ഛനും അമ്മക്കും വിഷം കൊടുക്കാതെ ആരോഗ്യപൂർവമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ നമുക്കാകണം. മലയാള മാസത്തിന്റെ ആരംഭമായ ചിങ്ങം 1-ന് കർഷക ദിന ഉദ്ഘാടനവും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ച് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ശ്രീ AC മൊയ്തീൻ നിർവഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ PI അധ്യക്ഷത വഹിച്ചു. ചിങ്ങം 1 മലയാളിയെ സംബന്ധിച്ചിടത്തോളവും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ വിശേഷ ദിവസമാണ് ചിങ്ങം 1. ചിങ്ങം 1 എല്ലാ മലയാളികൾക്കും കാർഷിക ആശംസകൾ നേരുകയാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഇത്തവണ ചിങ്ങം 1-നുണ്ട്. വയനാട്ടിലെ നമ്മളെല്ലാം വേദനിപ്പിച്ച ആ വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിങ്ങം 1 കടന്നുപോയത്. അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതിയെ വീണ്ടെടുക്കാനുള്ള, തിരിച്ചു പിടിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയാണ്. അതുകൂടി ആ പരിശ്രമങ്ങൾ വിജയിക്കുന്ന അല്ലെങ്കിൽ വളരെയേറെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ചിങ്ങം 1 ഇത്തവണ ആചരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചിങ്ങം 1-ൻ്റെ ഭാഗമായിട്ട് എല്ലാ കർഷകർക്കും എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ഇന്ന് വളരെ സമുചിതമായി നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. വയനാട്ടിലുണ്ടായ ദുരിതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി അതിൻ്റെ ചടങ്ങുകൾ മാത്രമായിട്ടാണ് നമ്മളിന്ന് ആചരിച്ചത്. വിവിധ കാറ്റഗറിയിലുള്ള 11 കർഷകരെയാണ് നമ്മളിന്ന് ആദരിച്ചത്. യുവ കർഷകൻ, അതുപോലെ തന്നെ മികച്ച വിദ്യാർത്ഥി കർഷകൻ, വനിതാ കർഷക, അങ്ങനെ പല കാറ്റഗറികളായി 11 കർഷകരെ നമ്മൾ ആദരിച്ചു. വളരെ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തവും കർഷകരുടെ സഹകരണവും പാടശേഖര സമിതിക്കാർ, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെയാണ് വളരെ നല്ല രീതിയിൽ നമുക്കിന്ന് ഈ ചടങ്ങ് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 17 നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ കടവല്ലൂർ പഞ്ചായത്തും സമുചിതമായിട്ടിന്ന് ചിങ്ങം 1 ആചരിക്കേണ്ടായി. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ദുഃഖം, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം അതിൻ്റെ ആർഭാടം ഒഴിവാക്കിക്കൊണ്ട് ആധികാരികമായ രീതിയിൽ അതിൻ്റെ പരിപാടികൾ നടത്താനുണ്ടായത്. 11 കർഷകരെയാണ് നമ്മൾ ആദരിക്കപ്പെട്ടത്. ഏറ്റവും നല്ല രീതിയിൽ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരെ പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ ഒരു പാനൽ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തത്. അത് ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA AC മൊയ്തീൻ അവരുടെ സാന്നിധ്യത്തിലാണ് അതിൻ്റെ ആദരവ് അവർ ഏറ്റുവാങ്ങിയത്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകരാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബഹുമാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ഏകദേശം 75 ലക്ഷം രൂപയോളം പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾക്കൊക്കെ രൂപം കൊടുക്കുന്നത്. വളരെ നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കാൻ ആവശ്യമായ രീതിയിൽ ജൈവ കർഷകരായാലും ശരി, മറ്റ് രീതിയിലുള്ള തെങ്ങ് കർഷകരായാലും ശരി, കഴുങ്ങ് കർഷകരായാലും ശരി, നെൽകർഷകരായാലും ശരി, അവർക്ക് എല്ലാ രീതിയിലും സംരക്ഷണം നൽകുന്ന, അവരെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിലുള്ള കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് കടവല്ലൂർ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ രീതിയിൽ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് നമുക്കിന്ന് പരിപാടി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുടുംബശ്രീ വഴിയുള്ള ഒട്ടനവധി പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കർഷക ദിനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. You are watching V24 Media, നാടിൻ്റെ നേർക്കാഴ്ച.